വേൾഡ് കപ്പിൽ ഗോളടിച്ചിട്ട് അത് ആഘോഷിക്കാതിരിക്കുക, പകരം പകരം മാപ്പ് പറയുക, പിന്നെ മുട്ടുകുത്തി നെറ്റി തറയിൽ വെച്ച് സൃഷ്ടാവിനോട് നന്ദി പറയുക. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. സ്വീഡൻ്റെ യാസിൻ അയാരി 2 കിടിലൻ ഗോളുകൾ നേടി. അതിൽ ആദ്യ ഗോൾ നേടിയതിന് ശേഷം അവനത് ആഘോഷിക്കാൻ തയ്യാറാവുന്നില്ല. രണ്ടാമത്തെ ഗോൾ അവൻ ശരിക്കും ആഘോഷിക്കുകയും ചെയ്തു. ഇതിന് പുറകിൽ ഒരു കഥയുണ്ട്. സ്വീഡൻ ഇന്ന് ടുണീഷ്യയെ പരാജയപ്പെടുത്തിയത് 1-5-നാണ്. 5 ഗോളുകൾ അവരടിച്ചു. സൂപ്പർ താരങ്ങൾ വിക്ടർ ഗ്യോക്കറസും അലക്സാണ്ടർ ഐസക്കും ഒക്കെ ഗോൾ അടിച്ചു. പക്ഷേ ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം യാസിൻ അയാരി എന്ന 22-കാരൻ മിഡ്ഫീൽഡറാണ്. 2 വെടിച്ചില്ല് ഗോളുകൾ. അതിൽ തൻ്റെ രാജ്യത്തിൻ്റെയും ഈ വേൾഡ് കപ്പിൽ ആദ്യ ഗോളായിട്ട് പോലും അവൻ ആ 7ാമത്തെ മിനിറ്റിലെ ഗോൾ ആഘോഷിച്ചില്ല. അതിനു പുറകിൽ എന്താണ്? അതിനു പുറകിൽ മറ്റൊന്നുമല്ല, തൻ്റെ പിതാവിൻ്റെ നാടിനെതിരെയാണ് അവൻ ഗോളടിച്ചത്. ടുണീഷ്യൻ പിതാവിനും മൊറോക്കൻ മാതാവിനും ജനിച്ച കുഞ്ഞാണ് യാസിൻ അയാരി. അവൻ സ്വീഡനിലെ സോൾനയിൽ ജനിച്ചു, അവിടെയാണ് വളർന്നത്. അവിടുത്തെ AIKയിലൂടെ ഫുട്ബോൾ ലോകത്തേക്ക് കാലെടുത്തു വെച്ചു. പിന്നെ ഇപ്പോൾ ബ്രൈറ്റണിലാണുള്ളത്. അപ്പോൾ തൻ്റെ പിതാവിൻ്റെ നാടിനെതിരെ അവൻ ഗോളടിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ അവനെ ടീമിലെടുക്കാൻ ടുണീഷ്യ ശ്രമിച്ചിരുന്നു 2021. പക്ഷെ അന്ന് അവൻ്റെ പിതാവ് അവനോട് പറഞ്ഞത്, നീ ജനിച്ചതും നീ വളർന്നതും നിൻ്റെ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ സംഭവിച്ചത് സ്വീഡനിലാണ്. അപ്പോൾ സ്വീഡന് വേണ്ടി കളിക്കുകയെന്ന്. സ്വീഡൻ്റെ ഏജ് ഗ്രൂപ്പ് ടീമുകൾക്കൊക്കെ കളിച്ചിട്ട് 2023 മുതൽ അവനവിടെ അവരുടെ സീനിയർ ടീമിന് വേണ്ടി കളിക്കുന്നു. അതുകൊണ്ടാണ് വേൾഡ് കപ്പിൽ ആദ്യ ഗോളായിട്ടും അവനിത് ആഘോഷിക്കാതെ വിടുന്നത്. അത് അവൻ്റെ പിതാവിൻ്റെ നാട്, അവൻ്റെ തന്നെയും നാട്, അവനും ടുണീഷ്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഗോള് അവൻ ആഘോഷിക്കാതെ വിടുന്നത്. ഇങ്ങനെ എത്ര സുന്ദരമായ കഥകൾ നമ്മൾ ഫുട്ബോളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ മത്സരം മൊറോക്കോ ബ്രസീൽ മത്സരത്തിൽ വീണ്ടും പ്രകടനം നടത്തിയ മൊറോക്കൻ താരം അയൂബ് ബുവാദി, അവൻ ജനിച്ചതും വളർന്നതും കളിച്ചതും യൂത്ത് ഫുട്ബോൾ കളിച്ചതൊക്കെ ഫ്രാൻസിലാണ്. അവസാനമാണ് തൻ്റെ പൂർവികരുടെ നാടായ മൊറോക്കോയ്ക്ക് വേണ്ടി അവൻ കളിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുടെ, ഒരുപാട് ഇമിഗ്രേഷനും മൈഗ്രേഷനും ഒക്കെ സംഭവിച്ചതിൻ്റെ മനുഷ്യരുടെ കഥ കൂടി ഫുട്ബോളിൽ ഇങ്ങനെ ഒഴുകുകയാണ്. അതുകൊണ്ടാണ് ഫുട്ബോൾ മനുഷ്യനുമായിട്ട് അത്ര മേലടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയേറെ പ്രിയപ്പെട്ടതായിട്ട് മാറുന്നതും.